അതിൽ ഒന്നാമത്തേത് മാർത്തോമ ഒന്നാമനാണ്. 12 വൈദികരുടെ മുൻപാകെ അദ്ദേഹം മാർത്തോമ ഒന്നാമനായി വാഴിക്കപ്പെടുമ്പോൾ ഉണ്ടാകാവുന്ന പ്രതിസന്ധികളെ കുറിച്ചും പരിണിത ഫലങ്ങളെ കുറിച്ചും അദ്ദേഹത്തിന് നല്ല ബോധ്യമുണ്ട്. എങ്കിലും മലങ്കര നസ്രാണിയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി മാർത്തോമാ ശ്ലീഹായാൽ ലഭിച്ച അപ്പസ്തോലിക പൈതൃകത്തിന് വേണ്ടി അദ്ദേഹം ശിരസ് നമിച്ചു. പോർട്ടുഗീസുകാർ, പ്രത്യേകിച്ച് റോമാക്കാർ ശക്തമായി അദ്ദേഹത്തെ പരിഹസിച്ചു, ശക്തമായി അദ്ദേഹത്തെ എതിർത്തു. ആ എതിർപ്പുകളെല്ലാം മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ ഒന്നാം മാർത്തോമ മലങ്കര സഭയ്ക്ക് വേണ്ടി ശിരസ് നമിച്ചു. സത്യത്തിൽ ആ പിതാവ് മലങ്കര സഭയുടെ ചരിത്രത്തിൽ 1653 പൂനം കുരിശ് സത്യത്തിന് ശേഷം ഈ സഭയുടെ നിലനിൽപ്പിന് വേണ്ടി ത്യാഗം സഹിച്ച വ്യക്തിയാണ്. അതുപോലെ ഈ 20-ാം നൂറ്റാണ്ടിൽ സത്യത്തിൽ രക്തസാക്ഷിത്വത്തിന്, അത് രക്തം ചെയ്യുന്ന രക്തസാക്ഷിയാകുക എന്നതിനേക്കാളുപരി കഠിനമായ ത്യാഗത്തിന് മഹാമനസ്കതയോടെ ശിരസ് നമിച്ച വ്യക്തിയാണ് മുറിമറ്റത്തിൽ മാർ യൂവാനിയോസ് തിരുമേനി. അദ്ദേഹം ഒന്നാം കാതോലിക്കയായി വളരെയധികം വേദനകളും പ്രയാസങ്ങളും പ്രതിസന്ധികളും, സത്യത്തിൽ രോഗിയായിരുന്നു, വൃദ്ധനായിരുന്നു. എന്നിട്ട് പോലും പരിശുദ്ധനായ വട്ടശ്ശേരിൽ ഗീവർഗീസ് മാർ ദിവന്നാസ്യോസ് തിരുമേനിയുടെയും ആ കാലഘട്ടത്തിലെ മലങ്കര സഭയുടെ നേതൃത്വത്തിന്റെയും നിർബന്ധത്തിന് വഴങ്ങി ശിരസ് നമിച്ചു.